നാളെ നടക്കാൻ പോകുന്ന പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ മാച്ച് ഈ ടൂർണമെൻറ്റിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മാച്ചുകളിൽ ഒന്നാണ്. നമുക്ക് ആ മാച്ചിൻ്റെ പ്രിവ്യൂയിലേക്ക് പോകാം. ഇറ്റ്സ് യുവർ വിക്കി ബ്രോ, വെൽക്കം ടു അവർ ചാനൽ. നമുക്ക് ഈ വീഡിയോയിലൂടെ നാളെ നടക്കാൻ പോകുന്ന പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ മാച്ചിൻ്റെ രണ്ട് ടീമിലൂടെയും റീസെൻറ്റ് ഫോം, ഹെഡ് ടു ഹെഡിൽ വന്ന റിസൾട്ട്, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഈ മാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലെ ഏറ്റവും വലിയ രണ്ട് ശക്തികൾ തമ്മിലാണ് കൂട്ടിമുട്ടുന്നത്. പോരാത്തതിന് കഴിഞ്ഞ നേഷൻസ് ലീഗ് ഫൈനലിൽ ഏറ്റുമുട്ടിയ രണ്ടുപേർ. അപ്പോൾ ഈ മത്സരത്തിൻ്റെ നിലവാരം നമ്മൾ ഊഹിക്കാവുന്നേ ഉള്ളൂ. നമുക്കൊരു തീ പാറുന്ന മത്സരം തന്നെ കിട്ടുമെന്ന് വിചാരിക്കാം. ഈ രണ്ട് ടീമിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിലെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശരാശരി പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചതെന്നാണ് എൻ്റെ അഭിപ്രായം. പോർച്ചുഗൽ ആവട്ടെ റൗണ്ട് ഓഫ് 32 ക്രൊയേഷ്യനെ 2-1 പരാജയപ്പെടുത്തിയിട്ടാണ് റൗണ്ട് ഓഫ് 16 വരുന്നത്. സ്പെയിൻ മറുഭാഗത്ത് ഓസ്ട്രിയയെ 3-0 പരാജയപ്പെടുത്തിയിട്ടാണ് വരുന്നത്. നമ്മൾ പോർച്ചുഗൽ സൈഡിനെ ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തായിരുന്നോ വേൾഡ് കപ്പ് തുടങ്ങുമ്പോൾ പ്രതീക്ഷിച്ചത് അത് നമുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ എന്താ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡേഴ്സ് കളിക്കുന്ന പോർച്ചുഗലിലാണ്. ബ്രൂണോ ഫെർണാണ്ടസ്, ജാവോ നെവസ്, വിറ്റീന, ഈ 3 പേരുമാണ് നിലവിലെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ്. പക്ഷേ ഈ ടൂർണമെൻറ്റ് എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ ബാക്ക് പാസുകൾ കളിച്ച പ്ലേയേഴ്സാണ് ഇവർ. എന്താണ് ഇവർക്ക് ക്ലബ്ബിൽ കളിക്കുന്ന കളി ഇവിടെ എടുക്കാൻ പറ്റാത്തതെന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ്. നമ്മൾ സ്ക്വാഡ് ഡെപ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ പോർച്ചുഗലിൻ്റെ സ്ക്വാഡ് എന്ന് വെച്ചാൽ വേൾഡ് ക്ലാസ് സ്ക്വാഡാണ്. ന്യൂനോ മെൻഡസ് ആയാലും ഡിയാഗോ കോസ്റ്റ ആയാലും റൂബൻ ഡയാസ് ആയാലും അങ്ങനെ ഒട്ടനവധി പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ ഈ ബ്രൂണോ ഫെർണാണ്ടസ്, ജാവോ നെവസ്, വിറ്റീന, ഇവർ 3 പേരും ആ ക്ലബ്ബ് കളിക്കുന്ന കളി ഇവിടെ എടുത്താൽ മാത്രമേ പോർച്ചുഗലിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ കളി നമുക്ക് കിട്ടുള്ളൂ. അവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ പരിചയസമ്പന്നനായ ഫുട്ബോളിൽ തന്നെ എക്കാലത്തേക്കും മികച്ച ഒരാൾ അവിടെ ഉണ്ട്. അയാൾക്ക് വേണ്ടത്ര സർവീസ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് സ്പെയിനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കറിൻ്റെ അഭാവം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കളി ഒബേസാൾ 2 ഗോളൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ഒരു സ്ട്രൈക്കറിൻ്റെ അഭാവം ഉണ്ട്. സ്പെയിൻ ശരിക്കും ഒരു പൊസിഷൻ ബേസ്ഡ് ഗെയിം കളിക്കുന്ന ടീമാണ്. മറിച്ച് പോർച്ചുഗൽ ആവട്ടെ കൗണ്ടറുകളെ ആശ്രയിക്കുന്ന ഒരു ടീമും. രണ്ട് വ്യത്യസ്ത രീതിയിൽ കളിക്കുന്നവരാണ്. അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ്. ഈ സ്പെയിൻ്റെ ശക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ്ഫീൽഡ് തന്നെയാണ്. അവരുടെ പെഡ്രിയെ കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, വേൾഡ് ക്ലാസ് പ്ലെയറാണ്. ഇനി നമുക്ക് ഇവർ ഹെഡ് ടു ഹെഡ് ഒന്ന് നമുക്ക് നോക്കി നോക്കാം. 2018 പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ മാച്ച്, അത് നമ്മൾ ആരും മറക്കാൻ സാധ്യതയില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ ഹാട്രിക് നേടിയ മാച്ച്. ആ മാച്ച് 3-3 എന്ന സമനിലയിൽ പിരിയായിരുന്നു. അവസാനമായി നോക്കുകയാണെങ്കിൽ നേഷൻസ് ലീഗ് ഫൈനൽ, ആ ഫൈനലിനകത്ത് പോർച്ചുഗൽ സ്പെയിനെ ഷൂട്ടൗട്ട് പരാജയപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ലെമീൻ യമാലിൻ്റെ. പുള്ളിക്കാരൻ നേഷൻസ് ലീഗ് ഫൈനൽസിൻ്റെ റിവെഞ്ച് ഇത്തവണ എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഈഗോ യമാലിന് എഴുതിയിട്ടുള്ള ഹെഡ് ബാൻഡൊക്കെ ധരിച്ചു വെക്കുന്നത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമായിരുന്നു. ഇനി നമുക്ക് ഇരു ടീമുകളിലും ആരൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട താരങ്ങൾ നോക്കാം. നമ്മൾ പോർച്ചുഗലിൻ്റെ സ്ക്വാഡ് എടുക്കുകയാണെങ്കിൽ അവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട അവരുടെ ലെഫ്റ്റ് ബാക്ക് ആയ ന്യൂനോ മെൻഡസിനെയാണ്. അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവിലായാലും ഒഫൻസീവിലായാലും അദ്ദേഹത്തിൻ്റെ വർക്ക് റേറ്റ് അപാരമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു താരമാണ് അവരുടെ ഗോൾ കീപ്പറായ ഡിയാഗോ കോസ്റ്റ. അദ്ദേഹം ക്രൊയേഷ്യക്കെതിരെ നടത്തിയ സേവുകളൊക്കെ വേൾഡ് ക്ലാസ് സേവുകളാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ക്രിസ്ത്യാനോ റൊണാൾഡോ. അദ്ദേഹത്തെ പറ്റി ഒരുപാട് പറയേണ്ട കാര്യമില്ലല്ലോ. നിർണായക ഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും പ്രഷർ സിറ്റുവേഷനിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തിരിച്ച് നമ്മൾ സ്പെയിൻ സ്ക്വാഡിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അവരുടെ വിങ്ങേഴ്സിനെയാണ്. ലെമീൻ യമാൽ ആൻഡ് നിക്കോ വില്യംസ്, കൂടാതെ പെഡ്രിയും. ഇനി നമുക്ക് എൻ്റെ പ്രഡിക്ഷൻ എന്താന്ന് പറയാം. എൻ്റെ പ്രഡിക്ഷൻ വെച്ചിട്ട് പോർച്ചുഗൽ 3-2 എന്ന സ്കോറിൽ സ്പെയിനെ പരാജയപ്പെടുത്തുമെന്നാണ്. എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻ? ഒന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.